ഇന്ന് നമുക്ക് ഒരു ആപ്ലിക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു ആപ്ലിക് വർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് ഒരു മാംഗോ ഡിസൈൻ ആയിരുന്നു ചെയ്ത് കാണിച്ചത്. അതിനകത്ത് നമുക്ക് വേറെ ഒരുപാട് പാർട്സ് ഒന്നും വരുന്നില്ല, ഒരു പീസേ വരുന്നുള്ളൂ. അത് ആപ്ലിക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു 3 ഷെയ്ഡ് ക്ലോത്തുകൾ വരുന്നുണ്ട്. അതുപോലെ പാർട്സ് വേറെ ഒരു 2-3 പാർട്സ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈനുകൾ ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഡിസൈനാണ് നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആദ്യം ഓരോ പാർട്സായിട്ട് ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിനകത്ത് 3 ഷെയ്ഡ് ക്ലോത്ത് വരുന്നുണ്ട്. ഈ ഭാഗം, അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മ്, അതുപോലെ ഈ താഴത്തെ ഭാഗം, അത് ഓരോന്നും വേറെ വേറെ പാർട്സായിട്ടാണ് വരുന്നത്. 3 ഷെയ്ഡായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് തുണിയിലേക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പോർഷൻസ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇച്ചിരി കട്ടിയുള്ളൊരു കടലാസിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ 3 ഭാഗങ്ങൾ ഇങ്ങനെ വരും. ഇനി അടുത്തത് അതിൻ്റെ താഴേക്കുള്ള ഭാഗം, ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഇതുപോലെ വെട്ടിയെടുക്കുക. പിന്നെ സ്റ്റെമ്മാണ്. നമുക്കിപ്പോൾ ഇവിടെ 3 സ്റ്റെം വരുന്നുണ്ടെങ്കിലും ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 3ഉം കൂടെ ഒറ്റ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഏകദേശം നമ്മളൊന്ന് ആലോചിച്ചിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ സ്റ്റെം വരും. അപ്പോൾ സ്റ്റെം വരയ്ക്കുമ്പോൾ നോക്കിയോ, ഇത് കുറച്ച് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കുറച്ച് നീളത്തിൽ വരച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ തുമ്പ് വരെ മാത്രം വെച്ച് തയ്ച്ചെടുത്താൽ ഇത് തയ്ക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പോകില്ല. ഇതിപ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് ലെങ്ത്ത് അങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ഒക്കെ കൂട്ടിയിട്ടിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 3 പാർട്സ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആപ്ലിക് വർക്ക് ചെയ്യുന്നവരെപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള സിമ്പിൾ ഡിസൈനുകൾ ആദ്യം ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ ഇങ്ങനെ 2-3 സ്റ്റെപ്പായിട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഡോട്ട്സ് തുണിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ തുണിയാണെങ്കിൽ ഡോട്ട്സ് നമ്മൾ വേറെ സെപ്പറേറ്റ് തയ്ച്ചു കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഡോട്ട്സ് ക്ലോത്തിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡിൽ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും. അത് ഓരോ പീസും എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇതിൻ്റെ ബാക്കിൽ വെച്ച് വരച്ചിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ 3 വലിപ്പത്തിലുള്ളതും വെട്ടിയെടുത്തിട്ടുണ്ട്. തുണിയിൽ വെട്ടിയെടുത്തു. സ്റ്റെം ഞാനൊരു വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ വെട്ടിയെടുക്കുക. ഈ സ്റ്റെം ഞാനിങ്ങനെ ഈ 2 ഭാഗം വരാവുന്ന പോലെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടെ തയ്ച്ചാൽ മാത്രം മതി, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സാറ്റിൻ സ്റ്റിച്ച് വെച്ച് തയ്ച്ചെടുക്കാം. ഇതും ഇങ്ങനെ ഇതുപോലെ ഗ്രീൻ ഷെയ്ഡ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 എണ്ണം, ഇത് 4, 5 പാർട്സ് വരുന്നുണ്ട്. അത് നമ്മൾ ഓരോന്നും തയ്ച്ചെടുക്കണം. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നും കൂടെ നോക്കാം. തയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് പാർട്ടാണ് ഇതിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ഭാഗം നോക്കണം. അത് വേണം ആദ്യം തയ്ക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മാണ് ആദ്യം തയ്ക്കേണ്ടത്. സ്റ്റെം ആദ്യം വെച്ച് തയ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് ഓരോ ഭാഗം വരുന്നത്. ഇത് ഏറ്റവും അടിയിൽ വരും, പിന്നെ ഇത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെം ഇങ്ങനെ വെച്ച് അതാദ്യം തയ്ച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഇതിൻ്റെ മുകളിൽ കൂടെ, പിന്നെ ഇത് വരും. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയാണത് വരുന്നത്. അതിൻ്റെ ലെവലൊക്കെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കുക. അപ്പോൾ തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഏതാ ഭാഗം അടിയിൽ വരുന്നെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം തയ്ച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നോക്കാം. തയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നമ്മുടെ തുണിയിൽ ഇതെവിടെയാണ് വരേണ്ടത് എന്നുള്ളത് വെച്ചാൽ ആ കറക്റ്റ് സ്പോട്ടിൽ വെച്ച് ഏറ്റവും ആദ്യം തയ്ക്കേണ്ട പാർട്ട് ഏതാണോ അത് വേണം ആദ്യം പിൻ ചെയ്ത് വയ്ക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെം ആയതുകൊണ്ട് സ്റ്റെം നമ്മൾ എവിടെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ തുണിയിൽ വെച്ച് ആദ്യം ഒരു മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം തയ്ച്ചു തുടങ്ങണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്തിലാണത് ചെയ്യുന്നത്. ഇതൊരു ബെഡ്ഷീറ്റിനും പില്ലോ കവറിലാണ് ഈ ആപ്ലിക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പില്ലോ കവറിൻ്റെ ഒരു ഭാഗമാണ്. അത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഇതുപോലെ നമ്മളതൊന്ന് വെച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗങ്ങളെല്ലാം പിന്നീട് നമ്മൾ വെച്ചാൽ മതി. ഏത് പീസാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത് അത് മാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ആദ്യം ഇതുപോലെ മുട്ടുസൂചി വെച്ച് പിൻ ചെയ്തങ്ങ് വെച്ചാൽ മതി. പിന്നീട് തയ്ക്കുന്ന സമയത്ത് ഒട്ടിച്ചാൽ മതി. ഞാൻ തയ്ക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഒട്ടിക്കാറുണ്ട്. ഒട്ടിക്കാതെ തയ്ക്കാൻ വേണമെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് വേണമെങ്കിൽ ഇതുപോലെ അരികത്തൂടെ തയ്ച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. പക്ഷെ ഒട്ടിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കാറ്. അത് ആദ്യം തന്നെ ഒട്ടിക്കാറില്ല, ഫ്രെയിം ഇട്ടതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പം
ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വലിക്കുമ്പോൾ ചെറിയ ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രെയിം വെച്ചതിന് ടൈറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചാൽ മതി. നമുക്ക് കുറേ എണ്ണമൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ ഒരു 2 ഫ്രെയിമൊക്കെ എടുത്തിട്ട് ഒരു ഫ്രെയിമിലത്തെ ആദ്യം ഒട്ടിച്ച് വയ്ക്കുക. അത് ഉണങ്ങുമ്പോഴേക്കും മറ്റേ ഫ്രെയിമിലത്തെ തയ്ക്കുക. അപ്പോൾ അങ്ങനെ മാറി മറിച്ചും തയ്ച്ചാൽ നമുക്ക് നന്നായിട്ട് ഒട്ടിയിട്ട് തയ്ക്കാനും പറ്റും. ഒരു ഡിസൈൻ എപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഫ്രെയിം ഊരാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് മാത്രം തയ്ച്ചിട്ട് ഫ്രെയിം ഊരി അങ്ങനെ എടുക്കരുത്. ഇത് തയ്ച്ച് അതിൻ്റെ ഭാഗങ്ങളെല്ലാം തയ്ച്ചിട്ടേ മറ്റതിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് മെഷീനിലാണ് ചെയ്യുന്നത്. ഹാൻഡ് വർക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഹാൻഡ് വർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിക്കുന്നുണ്ട്, അതുപോലെ മെഷീനിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതറിയാത്തവർക്ക്, അത് കാണേണ്ടവർക്ക് ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻഡ് സ്ക്രീനിലൊക്കെ ഇട്ടേക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതൊന്ന് പോയി നോക്കിയാൽ മതി. ഈ വീഡിയോയിൽ ഞാനിത് മെഷീനിൽ തന്നെയാണ് തയ്ക്കുന്നത്. കൂടുതലെണ്ണം തയ്ക്കേണ്ടി വരുമ്പോൾ നമ്മൾ മെഷീനിൽ തയ്ക്കുന്നതിന് എളുപ്പം. അല്ലാത്തവർക്ക് ഹാൻഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മഷ്റൂമിൻ്റെ ഈ ഒരു 3 സൈസിൽ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ റെഡ് ക്ലോത്തിൽ, അത് നമുക്ക് ഇവിടെ ഓരോ സ്ഥലത്തും ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, എന്നിട്ട് തയ്ക്കാം. 3 സ്റ്റെമ്മുകൾ തയ്ച്ചേക്കുന്നതിൻ്റെ അറ്റത്തായിട്ടാണ്. ഈ സ്റ്റെം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ തയ്ച്ചത്. പിന്നെ ഇത് ഓരോ കറക്റ്റ് സ്പോട്ടിൽ വെക്കുക. എന്നിട്ട് ഇനി ഇത് പതുക്കെ കുറച്ച് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പൊസിഷൻ മാറിപ്പോകാണ്ട് ചെറുതായിട്ട് ഗ്ലൂ കൊടുത്താൽ മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി നിൽക്കാനായിട്ട്. പൊസിഷൻ മാറിപ്പോകാണ്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് തയ്ച്ചു പിടിപ്പിക്കണം. ഇത് നമുക്കിവിടെ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ, ഇത് ചെയ്ത പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് അതും കൂടെ തയ്ച്ചു പിടിപ്പിക്കാം. ഇനി നമുക്കിതും കൂടെ തയ്ച്ചെടുക്കാം. ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ബെഡ്ഷീറ്റിൽ ഇതുപോലെ ഒരു 5 ഡിസൈനാണ് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ പില്ലോ കവറിൽ ഓരോ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു ലേസും അതുപോലെ റെഡ് കളറുള്ള പൈപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്ഷീറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്